1971 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും വിജയിച്ചു വന്ന, അതായത് തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്നും ജയിച്ചു വന്ന ആദ്യത്തെ വിശ്വപൗരൻ. ആളൊരു കിടിലമാണ്. അപ്പോൾ അദ്ദേഹം മത്സരിച്ച ആ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഞാൻ പറയാം. 1971 വളരെ പ്രത്യേകത ഉണ്ടായിരുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. അന്നത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച പ്രമുഖ സ്ഥാനാർത്ഥികൾ എന്ന് പറഞ്ഞാൽ ഒരു ജോർജ് കുഞ്ഞിപ്പാലു, ആള് സ്വതന്ത്രനായിട്ടാണ് മത്സരിച്ചത്. പിന്നെ ഡി ദാമോദരൻ പോറ്റി, പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് അദ്ദേഹം മത്സരിച്ചത്. പക്ഷേ CPM ഒഴികെയുള്ള എല്ലാ പാർട്ടികളും, അതായത് CPI, കോൺഗ്രസ്, പിന്നെ സംഘടനാ കോൺഗ്രസ്, അതായത് കോൺഗ്രസോ, അത് ഇന്നത്തെ നമ്മുടെ KPCC പ്രസിഡന്റ് ആയ നമ്മുടെ K സുധാകരനൊക്കെ ആ പാർട്ടിയിലായിരുന്നു. പിന്നെ BLD, ഭാരതീയ ലോക്ദൾ, ഇന്നത്തെ സീനിയർ ആയിട്ടുള്ള പല BJP നേതാക്കളും അതിലായിരുന്നു. കാരണം അന്ന് BJP ഇല്ലായിരുന്നു. അങ്ങനെ CPM ഒഴികെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമാണ് ഈ ദാമോദരൻ പോറ്റിയെ പിന്തുണച്ചത്. CPM പിന്തുണയുടെ അന്ന് മത്സരിച്ച സ്ഥാനാർത്ഥി VK കൃഷ്ണമേനോനായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് വരെ അദ്ദേഹം ബംഗാളിലെ MP ആയിരുന്നു. അദ്ദേഹത്തെ കണ്ടുപിടിച്ച് നമ്മുടെ കേരളത്തിൽ കൊണ്ടുവന്നു, അതായത് തിരുവനന്തപുരത്ത് കൊണ്ടുവന്നു ലോക്സഭാ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയത് സാക്ഷാൽ EMS ആയിരുന്നു. അങ്ങനെയാണ് CPMന്റെ പിന്തുണയോടുകൂടി അദ്ദേഹം തിരുവനന്തപുരത്ത് മത്സരിക്കുന്നത്. അപ്പോൾ മറ്റുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണയോടുകൂടി മത്സരിച്ച ദാമോദരൻ പോറ്റിയെ അതിദയനീയമായി പരാജയപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ VK കൃഷ്ണമേനോൻ, CPMന്റെ മാത്രം പിന്തുണയോടുകൂടി മത്സരിച്ച VK കൃഷ്ണമേനോൻ ആ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, CPM ഒഴികെയുള്ള മറ്റുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് ചേർന്ന് പിന്തുണ നൽകിയിട്ടും ആ ദാമോദരൻ പോറ്റി എന്ന് പറയുന്ന സ്ഥാനാർത്ഥി വിജയിച്ചില്ല. ഇവിടെ VK കൃഷ്ണമേനോനാണ് വിജയിച്ചത്. അത് അദ്ദേഹത്തിന്റെ ഇമേജ് കൊണ്ടാണ്. അതായത് അദ്ദേഹമാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ആദ്യം ജയിച്ചു വരുന്ന വിശ്വപൗരൻ. ആ നിലയ്ക്ക് തന്നെയാണ് അന്ന് തിരുവനന്തപുരത്ത് നിന്നും അദ്ദേഹം വിജയിച്ചത്. VK കൃഷ്ണമേനോനെ കുറിച്ച് പറയാം. അദ്ദേഹം ഒരു മലയാളിയാണ്. 1896 മെയ് 3 തീയതിയാണ് കോഴിക്കോട് പന്നിയങ്കരയിൽ വെങ്ങോലിൽ കൃഷ്ണമേനോൻ എന്ന VK കൃഷ്ണമേനോൻ ജനിച്ചത്. 1953 അദ്ദേഹം മദ്രാസിൽ നിന്നുള്ള രാജ്യസഭാ അംഗമായിരുന്നു. അതായത് നമ്മളെ ഈ കോഴിക്കോടാണല്ലോ അദ്ദേഹം ജനിച്ചത്. അപ്പോൾ അന്ന് കോഴിക്കോട് മലബാർ പ്രദേശങ്ങളെല്ലാം മദ്രാസ് പ്രവിശ്യയുടെ കീഴിലായിരുന്നു. അന്ന് കേരളം രൂപീകരിച്ചിട്ടില്ല. അങ്ങനെ മദ്രാസിൽ നിന്നും MP ആയിരുന്ന അദ്ദേഹത്തെ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ നിർദ്ദേശപ്രകാരം 1956 ജവഹർലാൽ നെഹ്റുവിന്റെ മന്ത്രിസഭയിലെ അംഗമായി. ആ മന്ത്രിസഭയിൽ അദ്ദേഹത്തിന് വകുപ്പുകളൊന്നുമില്ല. കാരണം 1957 അടുത്ത് വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പിൽ VK കൃഷ്ണമേനോൻ ബോംബെ നോർത്തിൽ നിന്നും, മഹാരാഷ്ട്രയിലെ ബോംബെ നോർത്തിൽ നിന്നും വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ച് വീണ്ടും പാർലമെന്റ് മെമ്പറായി. ആ വർഷം തന്നെ അദ്ദേഹം നെഹ്റുവിന്റെ മന്ത്രിസഭയിലെ പ്രതിരോധ വകുപ്പ് മന്ത്രിയായി ചുമതല ഏറ്റെടുക്കുകയാണ്. അപ്പൊ ആള് നിസ്സാരക്കാരനുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആളൊരു കിടിലമാണെന്ന് മനസ്സിലായിരുന്നു. നെഹ്റുവിന്റെ ഒരു വലം കൈയായിരുന്നു അദ്ദേഹം എന്ന് പറയാം. 1962 വീണ്ടും നടന്ന തെരഞ്ഞെടുപ്പിൽ ബോംബെ നോർത്തിൽ നിന്ന് തന്നെ അദ്ദേഹം രണ്ടാമത് വിജയം നേടി. 1964 നെഹ്റുവിന്റെ മരണശേഷം അദ്ദേഹം കോൺഗ്രസുമായിട്ട് അകന്നു. അതായത് അന്നത്തെ കോൺഗ്രസ് പ്രസിഡന്റായിരുന്ന ഇന്ദിരാഗാന്ധിയുമായിട്ട് അദ്ദേഹം തെറ്റി. അങ്ങനെയാണ് അദ്ദേഹം കോൺഗ്രസ് വിട്ടത്. അതിനുശേഷം 1967 ബോംബെ നോർത്തിൽ നിന്ന് തന്നെ അദ്ദേഹം സ്വതന്ത്രനായിട്ട് മത്സരിച്ചു. പക്ഷേ അദ്ദേഹം കുറഞ്ഞ വോട്ടുകൾക്ക് തോറ്റു. ഈ വിജയിച്ച സ്ഥാനാർത്ഥിയുടെ മരണത്തെ തുടർന്ന് തൊട്ടടുത്ത വർഷം 1968 വീണ്ടും അവിടെ ഇലക്ഷൻ നടന്നു. ആ ഇലക്ഷനിലും VK കൃഷ്ണമേനോൻ കുറഞ്ഞ വോട്ടുകൾക്ക് പരാജയപ്പെടുകയുണ്ടായി. ഒന്ന് ആലോചിക്കണം, 2 പ്രാവശ്യം MP ആയിരുന്ന മനുഷ്യൻ, പിന്നെ ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്ന ഒരു മനുഷ്യൻ 2 പ്രാവശ്യം തുടർച്ചയായി തെരഞ്ഞെടുപ്പിൽ തോൽക്കുകയാണ്. അദ്ദേഹം അവിടെ തോൽക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിയുടെ പിന്തുണയോടെ ആദ്യം 2 പ്രാവശ്യം അയാൾ MP ആയത്. പക്ഷെ ഇത്തവണ അദ്ദേഹം സ്വതന്ത്രനായിട്ടാണ് മത്സരിച്ചത്. അതുകൊണ്ടാണ് അദ്ദേഹം പരാജയപ്പെട്ടത്, അതും കുറഞ്ഞ വോട്ടുകൾക്ക്. പക്ഷെ തൊട്ടടുത്ത വർഷം 1969 ബംഗാളിലെ, അതായത് കൽക്കട്ടയിലെ മിഡ്നാപൂരിൽ ഇതുപോലെ ഒരു ബൈ ഇലക്ഷൻ നടന്നു. ആ ഇലക്ഷനിൽ അദ്ദേഹം ബംഗ്ലാ കോൺഗ്രസ് അതിന്റെ ഒരു ഭാഗമായിട്ട്, അതിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് വീണ്ടും അദ്ദേഹം വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ചു. അപ്പൊ മിഡ്നാപൂരിലെ MP ആയിരുന്ന സമയത്താണ് EMS അദ്ദേഹത്തെ സമീപിക്കുകയും കേരളത്തിലേക്ക് കൊണ്ടുവന്ന് തിരുവനന്തപുരത്ത് ആ 71 നടന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹം ഭയങ്കര ഉന്നത വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളായിരുന്നു. മദ്രാസിലും
ഇംഗ്ലണ്ടിലുമായിട്ടാണ് അദ്ദേഹത്തിന്റെ പഠനം പൂർത്തിയാക്കിയത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച് അതായത് 1947 മുതൽ 52 വരെ അദ്ദേഹം അതായത് സ്വാതന്ത്ര്യ അനന്തര ഇന്ത്യയുടെ ഇംഗ്ലണ്ടിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണറായിട്ട് അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 52 മുതൽ 62 വരെ ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധിയായിരുന്നു നമ്മുടെ വി.കെ. കൃഷ്ണമേനോൻ. അങ്ങനെയാണ് അദ്ദേഹം വിശ്വപൗരൻ എന്നറിയപ്പെട്ടത്. 1957 ഈ ഐക്യരാഷ്ട്രസഭയിൽ കാശ്മീർ പ്രശ്നത്തെക്കുറിച്ച് അദ്ദേഹം 8 മണിക്കൂർ പ്രസംഗിക്കുകയുണ്ടായി. ഇതുവരെ തിരുത്തപ്പെടാത്ത ഒരു ചരിത്ര റെക്കോർഡാണ് ഈ 8 മണിക്കൂർ പ്രസംഗം എന്ന് പറയുന്നത്. അങ്ങനെ MP ആയിരുന്നു, ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്നു, പിന്നെ ബ്രിട്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ആയിരുന്നു, ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യൻ നയതന്ത്രജ്ഞനായിരുന്നു. അങ്ങനെ ഒട്ടേറെ പദവികൾ വഹിച്ചിട്ടുള്ള ഇദ്ദേഹം ഒരു എഴുത്തുകാരനും കൂടെയായിരുന്നു. ലണ്ടനിലെ സെന്റ് പാൻക്രിയാസ് എന്ന് പറയുന്ന സംഘടന ഇദ്ദേഹത്തിന് ഫ്രീഡം ഓഫ് ദ ബ്രോ എന്നുള്ള പുരസ്കാരം നൽകി ആദരിച്ചിട്ടുണ്ട്. ലോകപ്രശസ്ത എഴുത്തുകാരനും നാടകകൃത്തുമൊക്കെയായ ബെർണാഡ് ഷായ്ക്ക് ശേഷം ഈ ബഹുമതി സ്വന്തമാക്കുന്ന ഇന്ത്യക്കാരനാണ് ഇദ്ദേഹം. ഇന്ത്യൻ തപാലിലൂടെയും 2 പ്രാവശ്യം ഇദ്ദേഹം ആദരിക്കപ്പെട്ടിട്ടുണ്ട്. തന്റെ ജീവിത അവസാനം വരെയും അവിവാഹിതനായി ജീവിച്ച അദ്ദേഹം തന്റെ 78ാമത്തെ വയസ്സിൽ, അതായത് തിരുവനന്തപുരത്തിന്റെ MP ആയിരിക്കെ തന്നെ 1974 ഒക്ടോബർ 6-ാം തീയതി ഡൽഹിയിൽ വെച്ച് അദ്ദേഹം മരണപ്പെട്ടു. തിരുവനന്തപുരത്ത് നിന്ന് ജയിച്ച ആദ്യത്തെ വിശ്വപൗരൻ എന്ന് പറയുന്നത് നമ്മുടെ സാക്ഷാൽ വി.കെ. കൃഷ്ണമേനോനാണ്.